ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹൗ ആർ യു ഗൈസ്? എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ടൈറ്റനും തമ്പനയിലും കണ്ട പോലെ തന്നെ ഞാൻ നരിവേട്ടയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റഡ് ബൈ അനുരാജ് മനോഹർ, റിട്ടേൺ ബൈ അബിൻ ജോസഫ്, സ്റ്റാറിംഗ് ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, പിന്നെ ആര്യ സലീം, പ്രിയംവദ. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് വിജയ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. പിന്നീട് എഡിറ്റർ എന്ന് പറയുന്നത് ഷമീർ മുഹമ്മദ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചെയ്തിരിക്കുന്നത് ജേക്സ് വിജയ് ആണ്. ഒരു BGM വലിയൊരു റോള് തന്നെ ഈ സിനിമയിലുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ചില സീൻസിലേക്ക് BGM ഒക്കെ നല്ലൊരു സിനിമയെ ഒരു അപ്ലിഫ്റ്റ് ചെയ്തെടുത്ത് വരുന്ന ഒരു ഫീലാണ്. സോ നരിവേട്ട സിനിമ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഈ എല്ലാവർക്കും അറിയാം 2003 നടന്ന മുത്തങ്ങ ഇൻസിഡന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ഇതിന്റെ. പിന്നീട് ഇത് ആദ്യമേ എഴുതി കാണിക്കുന്നുണ്ട് ഫിക്ഷണൽ സ്റ്റോറിയാണ്, റിയൽ ഇൻസിഡന്റ് അല്ലെന്നൊക്കെ എല്ലായിടത്തും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം 2003 നടന്ന ഈ ഇൻസിഡന്റ് ആണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അത് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആ ഓപ്പൺ ഫയർ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മളിതൊരു സാധാരണ എപ്പോഴും കാണുന്ന പോലെ ഒരു ടൊവിനോ പടമേ അല്ല. നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറൊരു ടൈപ്പ് പെർഫോമൻസ് ആണ് ഇതിൽ ടൊവിനോ തോമസ് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു പെർഫോമൻസ് ആണ് ഇതിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. ക്യാരക്ടർ ഇതില് നല്ല രീതിക്ക് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫില് നമുക്ക് ആ ടൊവിനോ തോമസിന്റെ ക്യാരക്ടർ കാണുമ്പം ഇതെന്ത് ഇങ്ങനത്തെ ഒരുമാതിരി സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഈ എന്ന് വെച്ചാൽ എന്തോ വലിയ 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 ജോലികളൊക്കെയാണ് ഇഷ്ടം, അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സ്. അതായത് ജോലിയിൽ ചെറിയ പൊസിഷൻസ് ഒന്നും ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സെക്കൻഡ് ഹാഫില് ഒരു ക്യാരക്ടർ സ്വിച്ച് ഉണ്ട്. അതായത് ഒരു റിയലൈസേഷൻ വരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട് ആ ക്യാരക്ടറിന്. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ പീക്കായിരുന്നു. സീൻ എന്താണെന്ന് പറയുന്നില്ല, സ്പോയിലർ ആയി പോകും. പിന്നെ ഇമോഷണൽ സീൻസ് അത്യാവശ്യം നമുക്ക് വിഷമം വരുന്ന രീതിയിലുള്ള കുറെ സീൻസ് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഇൻസിഡന്റ് അറിയാവുന്നവർക്ക് എന്താണെന്നുള്ളത് കത്തും. അത്യാവശ്യം നമുക്ക് വിഷമം വരുന്ന കുറെ സീൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് ലാഗി ആയിട്ട് ഫീൽ ചെയ്യാം. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് സ്ലോയിലായിട്ട് പോകുന്ന ഫീൽ ചെയ്യും. പിന്നെ ഇടയ്ക്ക് കുറച്ച് വരുമ്പോൾ ഇത്തിരി ഫാസ്റ്റ് ആവും, പിന്നെ വീണ്ടും സ്ലോ ആവുന്നൊക്കെ രീതി എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തെന്ന് അറിഞ്ഞൂടാ. ഇതിലെ ആദിവാസികൾ അവരുടെ കൾച്ചറും അവരുടെ ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് അവരുടെ സ്ട്രഗിൾസ്, അതായത് ഈ അവരുടെ ലാൻഡ് കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസ്, പ്രൊട്ടസ്റ്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കോൺസ്റ്റബിൾമാരുണ്ടല്ലോ, അവരുടെയും ഒരു ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ഒരു അത്യാവശ്യം ചെറിയ രീതിക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഹയർ ഒഫീഷ്യൽസ് പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റൂ, അതിന്റെ അപ്പുറത്തൊന്നും അവർക്ക് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇതിന് നല്ല രീതിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതില് IPS ക്യാരക്ടറിൽ വരുന്ന ചേരൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ തമിഴ് ആക്ടറാണ്, പുള്ളിക്കാരാണ് ചെയ്തിരിക്കുന്നത്. എനിക്കത് ആദ്യം കാണുമ്പോൾ ആ ക്യാരക്ടറിന്റെ ഒരു പഞ്ച് തോന്നുന്നില്ല. അതായത് ഒരു പവർഫുൾ ക്യാരക്ടർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് എനിക്ക് മാത്രമാണ് ഫീൽ ചെയ്തെന്ന് അറിഞ്ഞൂടാ. അത് എനിക്ക് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവര് കാണാം, ഇഷ്ടപ്പെടാത്തവരും കാണും. ഫസ്റ്റ് ഹാഫില് കുറച്ച് ലവ് സീൻസ് പരിപാടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഒരു പഞ്ചിന് പോകുന്നുണ്ട് സിനിമ. സുരാജിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ഉള്ള ഭാഗങ്ങൾ മൊത്തവും നല്ല രീതിക്ക് തന്നെ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് സ്റ്റോറിയിൽ കുറെ പ്രഡിക്റ്റബിൾ സംഭവങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്ന കുറെ എലമെന്റ്സ് ഇതിലുണ്ട്. പക്ഷെ ക്ലൈമാക്സ് നല്ലൊരു ക്ലൈമാക്സ് ആണ് കേട്ടോ. അത് ഒരു വേറൊരു ടൈപ്പ് നല്ല രസമുണ്ട്. ആ ക്ലൈമാക്സ് നല്ല രീതിക്ക് തന്നെ ഒരു എൻഡിന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ചെറിയൊരു പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമയിൽ പോലീസുകാര് ഇവരോട് ആദിവാസികളോട് ചെയ്യുന്ന ഓരോ ക്രൂരതകളും അങ്ങനത്തെ സംഭവങ്ങളായി ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ തോന്നും ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടോ എന്ന്. അതായത് ഒരു മാനസിക പരിഗണന ഇല്ലാത്ത, ഇങ്ങനെ ഇത്രയും ഇതില്ലാത്ത ആൾക്കാരുണ്ടോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സീനുകളൊക്കെ ഉണ്ട്. പിന്നീട് ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ കാണാൻ സൈനിങ് ഔട്ട്.